ഹലോ ഗൈസ്, നമ്മൾ അണ്ടൂർക്കാവ് ഉത്സവത്തിന് ശേഷം നെക്സ്റ്റ് നമ്മൾ പോയിട്ടുണ്ടായിരുന്നത് ഊട്ടിയിലേക്കായിരുന്നു. ഇതൊരു അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരു ട്രിപ്പായിരുന്നു, പക്ഷെ ഭയങ്കര അടിപൊളിയായിരുന്നു. അപ്പം ഞങ്ങൾ പോയിട്ടുള്ള സ്ഥലങ്ങളും കാര്യങ്ങളൊക്കെ ഇതിൽ കാണിച്ചു തരാം കേട്ടോ. നമ്മുടെ ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് പൈക്കാര വാട്ടർഫോൾസ് ആയിരുന്നു. ഇത് ഊട്ടിയിലെ തന്നെ ഒരു ഹിഡൻ സ്പോട്ടാണ് കേട്ടോ. ഇൻസ്റ്റഗ്രാമിൽ റീൽസ് കണ്ടിട്ടാണ് ഞങ്ങളവിടെ എത്തിയത്. പക്ഷേ ഇത് നല്ലൊരു എന്താ പറയുക, ഭയങ്കര വേർത്തായിട്ടുള്ളൊരു വ്യൂ ആയിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. അടുത്ത സ്പോട്ടിൽ പോയിട്ടുണ്ടായിരുന്നത് കിറ്റി റെയിൽവേ സ്റ്റേഷനിലോട്ടായിരുന്നു കേട്ടോ. അവിടെ പോവുക, കുറച്ച് വീഡിയോസും ഫോട്ടോസൊക്കെ എടുക്കുക എന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ടോയ് ട്രെയിനിലൊന്നും ഞങ്ങൾ കയറിയിട്ടുണ്ടായിരുന്നില്ല. ഓക്കെ, പിന്നെ ഈ ഒരു ട്രിപ്പ് എന്ന് പറയുന്നത് വളരെ അൺഎക്സ്പെക്റ്റഡ് ആയതുകൊണ്ട് തന്നെ ജസ്റ്റ് ഒന്ന് പോയി അവിടെ ഹിഡൻ സ്പോട്ടിലൊന്ന് കവർ ചെയ്യുക, അവിടെ നിന്ന് ജസ്റ്റ് ചില്ല് ചെയ്യുക, എക്സ്പ്ലോർ ചെയ്ത് തിരിച്ചു വരിക എന്നുള്ളൊരു ചെറിയൊരു ട്രിപ്പായിരുന്നു കേട്ടോ ഇത്. ഉച്ചവരെ ഫുള്ള് കറക്കായിരുന്നു. ഉച്ചയ്ക്ക് ശേഷമാണ് ഞങ്ങൾ റൂം എടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ റൂമിലെത്തി ഫുഡൊക്കെ ഓർഡർ ചെയ്ത് കഴിച്ചു. പിന്നെ ഫ്രഷ് ആയിട്ട് വീണ്ടും പുറത്തോട്ട് ഇറങ്ങുക കേട്ടോ ചെയ്തത്. ഈ ഒരു വ്യൂ ഒക്കെ തന്നെ നമ്മുടെ ഹോട്ടലിൻ്റെ അടുത്തുള്ള സ്ഥലങ്ങളൊക്കെ തന്നെയാണ് കേട്ടോ ഇതൊക്കെ. പിന്നെ ആ ഒരു അവിടുത്തെ ഏരിയാസിലൊക്കെ ഞങ്ങൾ കുറേ നടന്നു. പിന്നെ അവിടെ അടുത്തൊരു വീട്ടിലൊക്കെ കയറി അവർ ഞങ്ങൾക്ക് ചായയൊക്കെ തന്ന് ഞങ്ങൾ ട്രീറ്റ് ചെയ്തു. അതൊക്കെ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നെ ഞങ്ങൾ ഇതേപോലെ തന്നെ ഒരുപാട് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു. അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ ഫുഡും കൂടി കഴിച്ചിട്ട് റൂമിലേക്ക് പോയി. നെക്സ്റ്റ് ഡേ മോർണിംഗ് രാവിലെ തന്നെ എഴുന്നേറ്റ് ഫ്രഷായി ഞങ്ങൾ ചെക്ക് ഔട്ട് ചെയ്തു കേട്ടോ. അവിടുന്ന് പിന്നെ നേരെ ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത് മാർക്കറ്റിലോട്ടാണ് കേട്ടോ. അവിടുത്തെ കാലാവസ്ഥ എന്ന് പറയുന്നത് നല്ല തണുപ്പാണ്. ഈ വെയിൽ കാണുമ്പോൾ വിചാരിക്കും നല്ല ചൂടാണെന്ന്, പക്ഷെ നല്ല തണുപ്പാണ്. പിന്നെ ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത് അവിടുത്തെ ഒരു ചർച്ചിലാണ് കേട്ടോ. സെയിൻറ്റ് സ്റ്റീഫൻസ് ചർച്ച് എന്നാണ് അതിൻ്റെ പേര്, ആ പള്ളിയുടെ പേര്. ഇതെന്ന് പറയുന്നത് ഒരു വലിയൊരു ചർച്ച് തന്നെയാണ്. പിന്നെ അതിൻ്റെ ബാക്ക് സൈഡിലായിട്ടൊരു സെമിത്തേരിയും കൂടി ഉണ്ട് കേട്ടോ. പിന്നെ പോയിട്ടുണ്ടായിരുന്നത് മ്യൂസിയത്തിലേക്കാണ് കേട്ടോ. അവിടെ ക്യാമറ അലൗഡ് അല്ലാത്തതുകൊണ്ട് വിഷ്വൽസും കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഞങ്ങൾ നേരെ ഒരു റെസ്റ്റോറൻറ്റിൽ കയറി അത്യാവശ്യം നല്ല രീതിക്ക് ഫുഡൊക്കെ കഴിച്ച് പിന്നെ ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത് ക്യാരറ്റ് വാഷിംഗ് ഫാക്ടറിയിലേക്കാണ് കേട്ടോ. അതെന്ന് പറയുന്നത് സിറ്റിയിൽ നിന്ന് കുറച്ച് ഉള്ളിലേട്ടേക്കാണ് വരുന്നത്. അപ്പോൾ ഞങ്ങൾ അവിടെ പോയി ആ ഒരു പ്രോസസ്സും കാര്യങ്ങളൊക്കെ കണ്ട് ഞങ്ങൾക്ക് അവിടെ നിന്ന് കുറേ ക്യാരറ്റ് ഫ്രീ ആയിട്ട് കിട്ടി കേട്ടോ ഗൈസ്. ഈ നിലത്ത് കാണുന്ന ക്യാരറ്റൊക്കെ ഡാമേജ് ആയതാണ്. പിന്നെ ഇവിടുത്തെ ക്യാരറ്റൊക്കെ പോകുന്നത് കർണാടക, കോയമ്പത്തൂർ ഇവിടേക്കാണ്. ഈ കാണുന്ന ഫാമിൽ നിന്നാണ് അവർ പറിച്ചിട്ട് ഇവിടുന്ന് ഡയറക്റ്റ് വാഷ് ചെയ്തിട്ടാണ് എക്സ്പോർട്ട് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഈ കവറിലാണ് ഞങ്ങൾക്ക് ക്യാരറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. ഒരുപാടുണ്ടായിരുന്നു കേട്ടോ. ഫ്രീ ആയിട്ടാണ് ആ ചേട്ടൻ തന്നത്. അപ്പം നമ്മുടെ ഈ ഊട്ടി വ്ളോഗിൻ്റെ വോയിസ് ഓവർ കൊടുത്തത് ചേച്ചിയാട്ടോ. അവൾക്ക് ഈ വീഡിയോ ചെയ്യുമ്പോൾ ഭയങ്കര എക്സൈറ്റഡ് കൊണ്ട് അവളാണ് വോയിസ് കൊടുത്തത്. അപ്പോൾ ഇന്ന് നൈറ്റിലാണ് നമ്മൾ കോഴിക്കോട് എത്തണം. അപ്പം നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ.